ഇന്ത്യയുടെയും ചരിത്രത്തിൽ ആദ്യമായി നമ്മുടെ കേരളം ഇതിനു മുമ്പ് തന്നെ ഗവേൺസിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവേൺസ് നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാനമാണ് എന്നും ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ് ഗവേൺസ്. ആധുനിക സാമൂഹ്യ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും സ്മാർട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റികൾ ഇപ്പോൾ തന്നെ ആ തരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. ഏപ്രിൽ മാസമാകുമ്പോഴേക്കും എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സ്മാർട്ട് നടപ്പിലാക്കാൻ പോവുകയാണ്. അത് കേരളത്തിൻ്റെ സർവീസ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരിക്കും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് തളിപ്പറമ്പ് നിയോജക മണ്ഡലം ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമാക്കി മാറ്റണം എന്ന് നമ്മൾ തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും നമുക്ക് ആ പരിപാടി വളരെ വലിയ ഒരു ജനകീയ സംരംഭം എന്ന നിലയിൽ മാത്രമേ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയുള്ളൂ. 2023 മെയ് മുതലാണ് ഇടം എന്ന നമ്മുടെ ഈ പരിപാടി, എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ, അതിനാണ് നമ്മൾ ഇടം എന്ന് പേര് കൊടുത്തത്. മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നടത്തിപ്പുകാരായിട്ട് മുന്നോട്ടേക്ക് വന്നത്. ഏറ്റക്കുറച്ചിലോടുകൂടിയാണെങ്കിലും 7 പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റികളും ഈ പ്രവർത്തനം വളരെയേറെ താല്പര്യത്തോടു കൂടി ഏറ്റെടുക്കുകയുണ്ടായി. അതിനാവശ്യമായ പരിശീലകരെയും അതേപോലെ തന്നെ 2 പ്രധാനപ്പെട്ട സംവിധാനങ്ങളുടെ ഒപ്പം ചേർന്നുകൊണ്ടാണ്, ഒന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള കൈറ്റ്, പിന്നെ സാക്ഷരതാ മിഷൻ, അതിൻ്റെ ഒപ്പം ചേർന്ന് കുടുംബശ്രീയും ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാകുകയും നല്ലതുപോലെ മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ചപ്പോൾ നമുക്ക് 2024 ഫെബ്രുവരി മാസം 24-ന് 3 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഔദ്യോഗികമായി കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായിട്ട് തളിപ്പറമ്പിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പട്ടികജാതി പട്ടികവർഗം ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ഇവിടെ പഠനം നടത്തിയിട്ടുള്ളവർക്കും പരിശീലിപ്പിച്ചവർക്കുമുള്ള ഉപഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യും. 2023 മെയ് 2-ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദുവാണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ഈ പരിപാടിയിലേക്ക് ആളുകളെ രജിസ്റ്റർ ചെയ്യുന്ന ജോലിയാണ് ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയത്. അതിന് 3213 സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെയാണ് പഠിതാക്കളെ രജിസ്റ്റർ ചെയ്തത്. 52,230 പഠിതാക്കൾ രജിസ്റ്റർ ചെയ്തു. 3432 പരിശീലകർ പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിൻ്റെ വിവിധ മേഖലയിലെ തദ്ദേശ സ്ഥാപനങ്ങളും സ്കൂളുകൾ, വായനശാലകൾ, അയൽക്കൂട്ടങ്ങൾ, വീടുകൾ തുടങ്ങി നിരവധി കേന്ദ്രങ്ങളിലൂടെയാണ് ഡിജിറ്റൽ മീഡിയ സാക്ഷരതാ പദ്ധതി നല്ല പരിശീലനം നൽകി ഇപ്പോൾ പ്രാവർത്തികമാക്കിയിട്ടുള്ളത്. കൈറ്റ് തയ്യാറാക്കിയിട്ടുള്ള ഇടം വെബ്സൈറ്റ് വഴി എല്ലാ പ്രവർത്തകരുടെയും
മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള ഏകോപനം സാധ്യമാക്കി. സൈറ്റിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായി തയ്യാറാക്കിയ പ്രത്യേകം പേജുകളിൽ പഠിതാക്കളുടെ അനുഭവങ്ങളടങ്ങിയ വിവിധ വീഡിയോ കോള് അവർക്ക് തന്നെ ലഭ്യമാക്കുന്ന നില ഉണ്ടായി. 10 മണിക്കൂർ ദൈർഘ്യമുള്ള പരിശീലനമാണ് 5 മൊഡ്യൂളുകളായി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പിലാക്കിയത്. ഓരോ പഞ്ചായത്തും നടപ്പിലാക്കുന്നതിനനുസരിച്ച് 2023 സെപ്റ്റംബർ 24 കുറുമാത്തൂർ പഞ്ചായത്താണ് ആദ്യമായി ഡിജിറ്റലൈസ് സാക്ഷരതാ പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. പിന്നീട് 8/10/2023 കുറ്റ്യാട്ടൂർ, 9/10/2023 ചപ്പാരപ്പടവ്, 10/10/2023 പരിയാരം, 5/12 മയ്യിൽ, 6/12 മലപ്പട്ടം എന്നീ പഞ്ചായത്തുകൾ ഡിജിറ്റലൈസ് സാക്ഷരതാ പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചു. ആന്തൂർ, തളിപ്പറമ്പ് നഗരസഭ യഥാക്രമം 12/12, 20/12 തീയതികളിലാണ് സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നഗരമായി പ്രഖ്യാപിച്ചത്. 12/2/2024 കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് കൂടി പ്രഖ്യാപനം നടത്തിയതോടുകൂടി തളിപ്പറമ്പ് മണ്ഡലം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടി 24-ന് 3 മണിക്ക് തളിപ്പറമ്പ് അറ്റ്മോസ് കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് പഠിതാക്കളെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണ് ചടങ്ങ് ഉദ്ദേശിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി പ്രഖ്യാപനം നടത്തും. നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ഉപഹാരങ്ങൾ സമർപ്പിക്കും. അതേപോലെ തന്നെ അൻവർ സാദത്ത് ഗേറ്റിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമാണ്. പ്രൊഫസർ ഉലീന സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറാണ്. അവരും ഇതിൽ പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, ജില്ലാ കലക്ടർ അരുൺ K വിജയൻ, നഗരസഭാ ചെയർമാൻമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവരെല്ലാം ഇതിൽ പങ്കെടുക്കും. കുടുംബശ്രീ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ ഇതിന് നൽകിയിട്ടുള്ളതാണ്. അതിൻ്റെ ജില്ലാ മിഷൻ്റെയും ഈ മേഖലയിലെയും പ്രമുഖരായ വ്യക്തികളും അതിൽ പങ്കെടുക്കും പഠിതാക്കളോടൊപ്പം. അങ്ങനെ ചരിത്രത്തിലെ ഒരു പുതിയ മുഹൂർത്തം തളിപ്പറമ്പ് മണ്ഡലത്തെ വീണ്ടും ഒന്നുകൂടി കാത്തിരിക്കുകയാണ്. എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണ വേണം. ഇതൊരു പുതിയ സംരംഭവുമാണ്. മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കാൻ പോവുക. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, തളിപ്പറമ്പ് വളരെ ശ്രദ്ധേയമായ മറ്റൊരു പ്രവർത്തനത്തിലേക്ക് നീങ്ങുകയാണ്. തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രൊജക്റ്റ് പൊതുവെ ഗവൺമെൻറ് 20 ലക്ഷം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അതിൻ്റെ പ്രായോഗിക തലത്തിലേക്ക് കടന്നു വന്നപ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രായോഗികമായ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 10-20 ലക്ഷത്തിലധികം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ വേണമെന്ന് കണ്ടിട്ടുണ്ട്. 29 ലക്ഷമാണ് വരിക കണക്ക് സംസ്ഥാനത്ത്. മുമ്പ് +2 കഴിഞ്ഞ് 59 വയസ്സ് വരെയുള്ളവരുടെ ഒരു കണക്ക് ഞാൻ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ തന്നെ വളരെ ജാഗ്രതയോടുകൂടി ആ സെൻസസ് പൂർത്തിയാക്കിയതാണ്. വളരെ ചുരുക്കം ദിവസം കൊണ്ട് കുടുംബശ്രീ. അപ്പോൾ 53 ലക്ഷം വരിക. 53 ലക്ഷമാണ് വരിക. അതിലേറ്റവും കൂടുതൽ സ്ത്രീകളാണ്. 53% സ്ത്രീകളാണ്. പിന്നീട് ഒരു ആലോചനയിൽ നിന്ന് നമുക്ക് +2 കഴിഞ്ഞ് ഒരു 17-18 വയസ്സേ ആവുള്ളൂ. അപ്പോൾ തന്നെ ജോലി കിട്ടണമെന്ന് നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ എല്ലാവരും ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും മറ്റ് ഡിപ്ലോമയും ഒക്കെ കരസ്ഥമാക്കുന്നവരാണ്. അപ്പോൾ 22 വയസ്സ് കഴിഞ്ഞ 40 വയസ്സ് വരെയുള്ള 40 വയസ്സിനപ്പുറമുള്ളത് അവർക്ക് യഥാർത്ഥത്തിൽ സംരംഭ പ്രവർത്തനങ്ങളാണ് സാധിക്കുക. അവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനെ പറ്റി അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരു 10-29 ലക്ഷം വരും കേരളത്തിലാകെ.
നമ്മുടെ തളിപ്പം മണ്ഡലത്തിൽ പ്രത്യേകമായിട്ട് എടുത്തു നോക്കിയപ്പോൾ ആ എണ്ണം ഏതാണ്ട് 15,000-ലധികമാണ്. അഭ്യസവിധരായ തളിപ്പറമ്പിലെ ചെറുപ്പക്കാർ 22 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സുകളുടെ എണ്ണം ഒരു 15,000-ലധികമാണ്. അവരോടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്, പോർട്ടൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ തൊഴിൽ അന്വേഷകരുടെ പോർട്ടൽ പ്രത്യേകം തയ്യാറാക്കി. DWMS എന്നുള്ള പേരാണ് ഇതിന് കൊടുത്തത്. അതിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു, രജിസ്റ്റർ ചെയ്തു. പക്ഷേ രജിസ്ട്രേഷൻ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വരുന്നില്ല. ഇതിലൊരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. തൊഴിലില്ലായ്മ എന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഈ നമ്പറൊന്നും തൊഴിൽ കിട്ടിയേ അടങ്ങൂ എന്ന ഒരു മാനസികാവസ്ഥയിലല്ല. എല്ലാവർക്കും തൊഴിൽ വേണമെന്നൊക്കെ നമ്മൾ പറയുന്നതാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ഇപ്പോൾ തൊഴിൽ വേണമെന്നുള്ള നിർബന്ധമുള്ളവരല്ല ഒരു വലിയ വിഭാഗം. കാരണം നമ്മൾ പ്രത്യേക മിഷൻ നമ്മളിവിടെ വർക്ക് ചെയ്തു. 10-30 ഈ തൊഴിലില്ലാത്ത യുവാക്കളെ കൃത്യമായിട്ട് അവരുടെ ഡാറ്റ മുഴുവൻ കളക്ട് ചെയ്യാൻ നേരിട്ട് വീട്ടിൽ പോയി നേരിട്ട് അവരെ കണ്ട് അവരോട് കൗൺസിലിംഗ് നടത്താൻ നമ്മൾ 30 ആളെ നിശ്ചയിച്ചു. ഈ തളിപ്പറമ്പിൽ മാത്രം, ഈ മണ്ഡലത്തിൽ. അവർ കഴിഞ്ഞ ഏതാനും മാസമായി അവർ ഈ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർക്ക് നടത്തി മാർച്ച് മാസമാകുമ്പോഴേക്ക് ഈ 16,000 ആളുകളെയും ഇതിൻ്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 6,000-ലധികം ആളുകളെ നമ്മൾ കൃത്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്തു. അങ്ങനെ കളക്ട് ചെയ്തപ്പോൾ അതിൽ ഇപ്പോൾ നിർബന്ധപൂർവം ജോലി വേണം, ഞാൻ ജോലിക്ക് പോകാൻ തയ്യാറാണ് എന്ന് പറയുന്നത് ഈ 6,000-ൽ ഏതാണ്ട് 1,540 ജോലിക്ക് പോകാൻ തയ്യാറായിട്ട് എനിക്ക് ജോലി വേണമെന്ന് പറയുന്ന ആളുകൾ. എത്രയല്ലേ? 6,000-ൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 15-16 അടുത്ത് വരിക. അത് ഈ മാർച്ച് മാസമാകുമ്പോഴേക്ക് നമുക്ക് എല്ലാവരെയും കൃത്യമായിട്ട്, ഇതൊരു പരീക്ഷണമാണ്. ഇത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. നമ്മളിവരെ കണ്ടെത്തുകയാണ്. നമ്മൾ ഇതേവരെ തൊഴിലില്ലായ്മ അത് പരിഹരിക്കാനുള്ള പണി നടക്കലാണ്. പക്ഷേ ഇത് പ്രായോഗികമായിട്ട് നമ്മൾ വരുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആകുന്നില്ല. മാത്രമല്ല, ഈ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോർട്ടലുണ്ടല്ലോ, അവരെ ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. 2-3 പ്രാവശ്യം ഫോൺ ചെയ്താലും എടുക്കുന്നില്ല. അവർ വീടന്വേഷിച്ച് പോയി വീട്ടിൽ പോയാലും ഇവരെ കാണുന്നില്ല. അപ്പം നമ്മൾ ലളിതല്ല ഈ തൊഴിലില്ലായ്മ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിൽ ഇടപെടൽ. ഇതൊന്നും സാധാരണ രീതിയിൽ ഇടപെടുന്നതല്ല. തൊഴിലില്ലാത്തവരെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലില്ല. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് മാത്രമല്ല, അവരെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോർട്ടൽ നോക്കിയിട്ട് അവരെ നേരിട്ട് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് പോകാൻ നോക്കിയിട്ട് 10-30 ആളുകളെ നമ്മൾ നിശ്ചയിച്ചിട്ട് അവർ ഈ രാവകലില്ലാത്ത രീതിയിൽ ഓരോരുത്തരെയും കണ്ട് 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് ഡാറ്റ കളക്ട് ചെയ്ത് മുമ്പോട്ടേക്ക് പോകുന്ന സർവേ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്. ഏതാണ്ട് 5,000-6,000 ആളുകളെയാണ് അവർ കണ്ടെത്തിയത്. അതിൽ 1,540 ആളാണ് ജോലിക്ക് റെഡിയായിട്ട് ഞാൻ വരുന്നു, ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇതിന് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തൊഴിൽ ഉണ്ട്, നിങ്ങളെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടാൻ അതിലൊന്നും ആളുകൾ വരാൻ തയ്യാറില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പുതിയ സംരംഭത്തിലേക്ക് കടന്നു തളിപ്പറമ്പ് മണ്ഡലത്തിൽ. അതാണ് ജോബ് സെൻറ്റർ. ഇന്ന് ആരംഭിച്ചു. അതിൻ്റെ മണ്ഡലത്തിലെ ആദ്യത്തെ പരിപാടി ഇന്ന് മൊറാഴ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് തുടങ്ങിയത്. ആ ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ജോബ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം 7 പഞ്ചായത്തിലും 2 മുനിസിപ്പാലിറ്റിയിലും ഈ ജോബ് സെൻറ്റർ ഇമ്മാസം തന്നെ തുടങ്ങണമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. കോളേജാണ് അത് കണ്ടെത്തുന്നത്. ഒരു റൂമും സംവിധാനവും വേണം, കമ്പ്യൂട്ടർ സംവിധാനം വേണം. ഇതിൽ രജിസ്റ്റർ ചെയ്തവരുടെ മുഴുവൻ കാര്യവും ഇതിലുണ്ടാവും. അവർക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അവരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി അവരെ ഈ 1,540 ആൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയും. അതാണ് നമ്മൾ ഇതുവരെ ആ ഒരു സിസ്റ്റത്തിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ജോലി വേണമെന്ന് പറഞ്ഞിട്ടുള്ള 1,540 ആളുകളെയും നമുക്ക് തൊഴിലിന് പര്യാപ്തമാക്കാൻ പറ്റും. അത് 2 കാര്യമാണ്. ഒന്ന്, അവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് വേണം, അത് ഓൺലൈനിൽ തന്നെ കൊടുക്കാം. അപ്പോൾ 1,540 ആളെയും നിശ്ചിത ദിവസം മുതൽ ആരംഭിക്കാം. ഗ്രാമറൊന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല. ഒരു ഇൻ്റർവ്യൂ വരുമ്പോൾ എങ്ങനെയാണ് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് പഠിപ്പിക്കേണ്ടത്. അത് നമുക്ക് പഠിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും വേണ്ടിയിട്ട് അത് നമുക്ക് ചെയ്യാം. ഒന്നാമത്.
2 MA ഉണ്ട്, MSc ഉണ്ട്, BO ഉണ്ട്, BCom ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ലോകത്തിന് ആവശ്യമുള്ള തൊഴിൽ നൈപുണ്യം വേണം, ചെറിയൊരു പരിശീലനം മതി. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ 1540-നെയും കാറ്റഗറി തിരിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഇതിനെ കാറ്റഗറി തിരിക്കണം. ആ കാറ്റഗറി തിരിച്ചുകൊണ്ടുള്ള വിഭജനം നടത്തി അവരെ പരിശീലിപ്പിക്കണം. ഇപ്പോൾ പരിശീലിപ്പിക്കാൻ വേണ്ടി ആ പരിശീലനത്തിന് മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും ഒക്കെ അവർക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. പൈസ വെക്കാൻ പറ്റും. ഇപ്പോൾ പഞ്ചായത്തിലൊരു 5 ലക്ഷം രൂപ, മുനിസിപ്പാലിറ്റി 10 ലക്ഷം രൂപ വെച്ചാൽ അവിടെയുള്ള ആളുകളുടെ പരിശീലനത്തിന് കൊടുക്കേണ്ടുന്ന പണം, ഫീസ് സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുണ്ടാവും. ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷേ എൻ്റെ കയ്യിൽ എൻ്റെ അച്ഛനോ ഞാനോ വിചാരിച്ചാൽ പണം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരാളെയും ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവർക്കും പോകാൻ സാധിക്കുന്ന രീതിയിൽ പഞ്ചായത്തിൻ്റെ മറ്റ് സഹായങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഈ പരിശീലനത്തിനുള്ള സംവിധാനം ചിലപ്പോൾ 3 മാസമായിരിക്കും, ചിലപ്പോൾ 6 മാസമായിരിക്കും, ചിലപ്പോൾ 9 മാസമായിരിക്കും, ചിലപ്പോൾ 1 കൊല്ലമായിരിക്കും, മാക്സിമം 1 കൊല്ലം ഉദ്ദേശിക്കും. അപ്പോൾ ആ പരിശീലനം നമുക്ക് ആസാപ്പിനോ എഞ്ചിനീയറിംഗ് കോളേജ്, പോളിടെക്നിക്ക്, IT തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലയിൽ അയക്കാൻ കഴിയും. അങ്ങനെ അയച്ച് 6 മാസം കൂടുമ്പോൾ ഇത് നമ്മൾ ഇന്നാ ഉദ്ഘാടനം, ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് അടുത്ത 6 മാസം കഴിയുമ്പോൾ നമ്മൾ ഒരു ജോബ് ഫെയർ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ പരിശീലനം നൽകുന്നത് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, 10 ലക്ഷം ആളുകൾക്ക് ജോലിയുള്ളതിൻ്റെ കൃത്യമായ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഗവൺമെൻറ് കയ്യിലുണ്ട്. 10 ലക്ഷം. അപ്പോൾ അതിലെന്തൊക്കെയാണെന്ന് നോക്കണം. ഈ 10 ലക്ഷം തൊഴിലുള്ള അവസരം ഏതൊക്കെ മേഖലയിലാണ് എന്ന് നോക്കുക. ആ മേഖലയിലുള്ള 1540 ആളുകളെ പഠിപ്പിക്കാനാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു 5-6 മാസം കൊണ്ട് ഈ 1540 ആൾക്കും തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അല്ലെങ്കിൽ അവർക്ക് ഫലപ്രദമായി ഇൻ്റർവ്യൂവിനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീക്കാം. എന്ന് പറഞ്ഞാൽ ജോലി നിങ്ങൾക്ക് ഉറപ്പ് എന്ന് പറഞ്ഞ് പരിശീലനത്തിന് വരാൻ പറഞ്ഞാൽ വരും. അല്ലാണ്ട് പരിശീലനത്തിന് വേണം എപ്പോഴോ നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആരും വരാൻ തയ്യാറില്ല. ഇതൊക്കെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൂടി ചേർത്തുകൊണ്ടുള്ളൊരു വർക്കാണ് ഇപ്പം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ മണ്ഡല അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ഉദ്ഘാടനം ഇപ്പോൾ ആന്തൂരിൽ മൊറാഴ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നേരത്തെ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പറഞ്ഞ പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, 10-30 കുട്ടികളുണ്ട്. അവർ ആ യോഗങ്ങളിൽ പങ്കെടുത്തു. തൊഴിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചിലരും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അവിടുത്തെ കുട്ടികളും പങ്കെടുത്തു. അങ്ങനെ ഒരു പുതിയ പരിപാടി ഈ ഡിജിറ്റൽ സാക്ഷരത പൂർത്തിയാകുന്നതോടുകൂടി പുതിയ തലത്തിലേക്ക് ഒരിക്കലും ആരും ആലോചിക്കാത്ത ഒരു പുതിയ പരിപാടി തന്നെ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിൻ്റെ നോഡൽ ഏജന്റ് എന്ന രീതിയിലാണ് തളിപ്പറമ്പ് മണ്ഡലം പ്രവർത്തിക്കുന്നത്. പിന്നെ തിരുവല്ല കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള 2 പുതിയ കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കണ്ടോ ചോദിക്കാം. ഇത് തളിപ്പറമ്പ് 1540 ആളുകളാണ് നമ്മളിപ്പോൾ സർവേൻ്റെ ഭാഗമായിട്ട് തൊഴിൽ വേണം, ഞാൻ തൊഴിൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഈ 6000-ൻ്റെ കൂട്ടത്തിൽ കിട്ടിയത്. അതായത് നിങ്ങൾക്ക് ആവശ്യം വീട്ടിൽ തന്നെ ചെയ്യാം, വീട്ടിൻ്റെ അടുത്ത് ചെയ്യാം, വീട്ടിൻ്റെ അടുത്ത് നിന്ന് ചെയ്യാം, വീട്ടിൽ തന്നെ ചെയ്യാം. അങ്ങനെയുള്ള ലോകത്തിൻ്റെ വിവിധ മേഖല ഏജൻസികളുണ്ട്. ആ ഏജൻസികൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പമുള്ള സ്കിൽ പരിശീലനവും ഉണ്ട്. എന്ന് പറഞ്ഞാൽ തൊഴിൽ നൈപുണ്യവും ഉണ്ട്. ആ തൊഴിൽ നൈപുണ്യം നേടിയിട്ടുള്ള ആളുകളുമായിട്ട് അവർ ഇൻ്റർവ്യൂ നടത്തും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് ഇവിടുത്തെ നിൽക്കാൻ പറ്റും, ചിലർക്ക് പോവുകയും ചെയ്യാം, മറ്റ് മേഖലയിലേക്ക് പോയി, ലോകത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് പോവുക, ഇന്ത്യയിൽ തന്നെ വിവിധ മേഖലയിലേക്ക് പോകാൻ കഴിയുന്ന നിലയിൽ 1540 ആളുകൾക്ക് ആദ്യം ഫസ്റ്റ് ഈ ഒരു 6 മാസം കൊണ്ട് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്ന ഒരു ശ്രമത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതൊരു പുതിയ മെത്തേഡാണ്. ഇതേവരെ ഇങ്ങനെയുള്ള ഒരു ആലോചന നമ്മൾ എവിടെ നടത്തിയതല്ല. ഇതൊരു പുതിയ മെത്തേഡ് പ്രായോഗിക തലത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ പുതിയ പ്രോജക്റ്റ്. അപ്പോൾ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഈ പരിശീലനം നടത്തേണ്ടുന്നതിൻ്റെ ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന ഫീസുണ്ടല്ലോ, ആ ഫീസില്ലാതെ കൊണ്ട് ഒരു ടീം പരിശീലനം നടത്താൻ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. കഴിവുള്ളവർക്കെല്ലാം അവർക്ക് തന്നെ കൊടുക്കാം, അല്ലാത്തവർക്ക് അതിന് എയ്ഡ് കൊടുക്കാം. അത് മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളും കൊടുക്കണം പരമാവധി. അല്ല, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും തൊഴിൽ കൊടുക്കാൻ 6 മാസത്തേക്കല്ലേ പറ്റുള്ളൂ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന ജോലി കൊടുക്കുന്ന ആൾക്കാ വളരെ അതിപ്പം പണ്ടേ 10-20 കൊല്ലം മുമ്പേ രജിസ്റ്റർ ചെയ്തിട്ട് ഏറ്റവും അവസാനം 50 വയസ്സാകുമ്പോഴാണ് ഒരു കാർഡ് വരുന്നത്.
അവർക്ക് തന്നെ പ്രായോഗികമായിട്ട് 6 മാസം കഴിയുമ്പോൾ അവരെ പിരിച്ചുവിട്ട് വേറെ 6 മാസത്തേക്ക് വീണ്ടും ലിസ്റ്റ് വരിക ചെയ്യുന്നു. നേരെ മറിച്ച് ഇത് അവരുടെ ആഗ്രഹിക്കുന്ന ജോലിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാളുടെ കഴിവ് എബിലിറ്റി അനുസരിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് തീരുമാനിക്കുക ഇവർക്ക് എന്ത് ജോലിയാണ് ചെയ്യാനാവുക. അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള പ്രായോഗിക പരിശീലനമാണ് അവർക്ക് കൊടുക്കുക. അങ്ങനെ ഈ 1540 കാറ്റഗറി തിരിക്കും. ഒരു ഒറ്റ കാറ്റഗറി ആയിട്ടല്ല. ചില കാറ്റഗറി ഞങ്ങൾ നോക്കിയപ്പോൾ 25 ആളെ പോലും കിട്ടുന്നില്ല. അപ്പോൾ ആ 25 ആൾക്ക് ഉറപ്പല്ല ജോലി. ചില കാറ്റഗറിയിൽ 25 ആളേ ഉള്ളൂ. അവർക്ക് 50 ആൾ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ 100 ആൾ ആവശ്യമുണ്ട്. പക്ഷേ നമ്മുടെ മണ്ഡലത്തിൽ നോക്കുമ്പോൾ ഒരു 25 ആൾ മാത്രമേ ഉള്ളൂ. ഈ വേറെ അത്യാവശ്യത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആളെ കൂടി അവരെയും കൂടി പരിശീലിപ്പിച്ച് ആ 25-ൻ്റെ ഒപ്പം കൂടുതൽ ചേർക്കുക, അങ്ങനെ കൊടുക്കണം. അതൊക്കെ നോക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക മിഷനറി ഉണ്ട്. നമുക്ക് തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന പ്രവീൺ പരമേശ്വരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പരിപാടി ഉണ്ട്. അവരാണ് ഈ ഇവരിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം ഈ എക്കണോമി മിഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ KDESCും എക്കണോമി മിഷനും ഇതിൻ്റെ പിന്നിൽ വളരെ ഫലപ്രദമായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് എല്ലാം സ്വകാര്യ മേഖലയാണ്. ഗവൺമെൻറ് മേഖലയിലും വരാം. സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് എഴുതാലോ. PSC ഒക്കെ വരുമ്പോൾ അവരെല്ലാം പരിശീലനം കൊടുത്ത് എഴുതിപ്പിക്കാൻ പറ്റും. പ്രധാനമായിട്ട് പ്രൈവറ്റാണ് ഉദ്ദേശിക്കുന്നത്. ലോകത്ത് ഇപ്പം നമ്മുടെ മുമ്പിൽ തന്നെ ഇപ്പം തന്നെ ഗവൺമെൻറ് കയ്യിൽ 10 ലക്ഷം ആളുകളുടെ ഡിമാൻഡുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി പരിശീലനം നടത്തി ഇൻ്റർവ്യൂവിന് അവരെ ഹാജരാക്കത്തക്ക രീതിയിലുള്ള ഇംഗ്ലീഷും കൊടുത്ത് അതിൻ്റെ ഒപ്പം സ്കില്ലും കൂടി കൊടുത്താൽ നമുക്ക് ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇല്ല നമ്മൾ കാലം 2.5 കൊല്ലം ഉദ്ദേശിക്കുന്നത്. 1 മാസം 2 മാസം ഒന്നുമല്ല, 2-2.5 കൊല്ലം 3 കൊല്ലം എത്ര കൊല്ലം ആയാലും കുഴപ്പമില്ല. അത്രയും കൊല്ലം ഇവരെ പരിശീലിപ്പിച്ച് തീർക്കുകയും അവർക്ക് ജോലി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ജോബ് ഫെയർ 6 മാസം കഴിയുമ്പോൾ നടത്തും. അത് കഴിഞ്ഞാൽ വീണ്ടും നടത്തും. ഇപ്പോൾ തന്നെ കല്യാശ്ശേരിയിൽ ഇപ്പം നാളെ ഒരു ജോബ് ഫെയറിൻ്റെ ഭാഗമായിട്ട് മൈസൂറിൽ നടക്കുന്നുണ്ട്. അനന്ത സാധ്യതകളാണ്. നമുക്ക് ഇതുപോലെ വാരിക്കോരി എടുക്കാൻ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുള്ള നാട് ഈ ലോകത്ത് കേരളം പോലെ വേറെ എടിയില്ല. നമ്മൾ കേരളത്തിൻ്റെ ഒരു അവസരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ പ്രത്യേകതയാണ് മനസ്സിലാക്കേണ്ടത്. ഞാനിത് പൂർണ്ണമായിട്ട് പരിശോധിച്ച് നോക്കിയതാണ്. ഇത്രയധികം അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള ഒരു നാട് ഇന്ത്യയിലില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ബൈജിങ്ങിലും ഇല്ല, കാലിഫോർണിയയിലും ഇല്ല. ഇതാണ് കേരളത്തിൻ്റെ അവസരം. അപ്പോൾ ഈ കേരളത്തിലെ ഈ ചെറുപ്പക്കാരെ നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. നല്ല സ്കില്ലുള്ളവരാണ്. പക്ഷേ ഒന്ന് ഇൻ്റർവ്യൂ വരുമ്പോൾ ബബ്ബയാണ്. അതെന്താ കാര്യം വെച്ചാൽ ഈ ലാംഗ്വേജ് ഇല്ല. അപ്പോൾ അവരെ ആദ്യം നിവണം. അവരെ ആദ്യം എല്ലാവരെയും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാക്കണം. ഗ്രാമറൊന്നും പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നുമല്ല ആവശ്യം. അവർക്ക് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അത് പഠിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമ്മൾ ഈ എല്ലാവരെയും ഈ 1540 ആദ്യം ഇംഗ്ലീഷ് പഠിപ്പിക്കും. എന്നാൽ മാത്രമേ മറ്റ് സ്കില്ലും അതിൻ്റെ ഒപ്പം തന്നെ പഠിക്കാൻ കഴിയുള്ളൂ. അത് ഓൺലൈനിൽ പഠിപ്പിക്കാം ഇംഗ്ലീഷ്. മറ്റത് സ്കില്ലിൻ്റെ ഭാഗമായിട്ട് തന്നെ പഠിപ്പിക്കേണ്ടി വരും. അപ്പോൾ ഇതൊരു പുതിയ പരീക്ഷണമാണ്. അതിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനമാണ് ഇന്ന് മുറ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടത്തിയത്. രാഷ്ട്രീയമൊന്നും പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നിങ്ങൾ ഈ 2 വാർത്ത മാത്രം വരാതിരിക്കുകയും എന്തിനാണോ പത്രസമ്മേളനം നടത്തിയത് ആ പത്രസമ്മേളനം നടത്തിയത് മാത്രം പത്രത്തിലുണ്ടാവില്ല. എന്നിട്ട് വേറെ വരുന്നത് 2000 വരില്ല, 3000 വരില്ല. അത്യാവശ്യം ചോദിക്കാനുണ്ടോ ചോദിക്കാം. വലിയതല്ല, അത്ര വലുതല്ല, പ്രധാനപ്പെട്ട. അത് പറയാൻ പഠിച്ചിട്ടാണ് വലുതെന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പ് 20 സീറ്റും ജയിക്കുക എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിൽ അതിൽ കുറഞ്ഞ ഒരു കാര്യവും പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. പാർട്ടിക്ക് അടുത്ത വർഷം ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ വൻ ഭൂരിപക്ഷത്തോടുകൂടി എല്ലാ മണ്ഡലവും ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. സമസ്തയായിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടില്ല മത്സരിക്കുന്നു. ഞങ്ങളിപ്പോൾ ഇന്നയാളുമായിട്ട് ഇന്നുമായിട്ട് ചർച്ചയില്ല. ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരു ജനവിഭാഗവും ഈ കേരളത്തിലില്ല. അത് ഞാൻ സാമുദായികത്തിൻ്റെ കാര്യമായാലും സാമ്പത്തിക രീതിയിൽ അടുത്ത് ചോദിച്ചാലും ഇവിടെ കോപ്പറേറ്റീവ് ഞങ്ങളുടെ 3 ശത്രുക്കളല്ലേ ഉള്ളൂ. 1 കോപ്പറേറ്റ് മാനേജ്മെൻറ്റ്, 2 ഭൂപ്രഭുക്കൾ, 3 ധനമൂലധന ശക്തികൾ, സാമ്രാജ്യത്വ സാമ്പത്തിക ഫിനാൻസ് മൂലധനത്തിൻ്റെ ആളുകൾ. ഈ 3 ആളാണ് CPM-ൻ്റെ മുഖ്യ ശത്രു. അവരല്ലാതെ മുഴുവനുള്ളതുമായിട്ട് നമുക്ക് സഹകരിക്കാനാവും, അവർക്ക് നമ്മളുമായിട്ട് സഹകരിക്കാനും പറ്റും. ഇതാണ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. ഇത് 1964 പാർട്ടി പരിപാടി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള പരിപാടിയിൽ പരസ്യപ്പെടുത്തിയിട്ടുള്ള രേഖയാണ്.
അതുകൊണ്ട് ഞങ്ങൾ പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് ഞങ്ങൾ ഈ ഏതെങ്കിലും ഒരു ഇടത്തരക്കാരനോ ഇത് നമ്മളെ മുഖ്യശത്രുവൊന്നുമല്ല. അവരൊക്കെ നമ്മൾ ശക്തിയാണ്. കുത്തകക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ രാജ്യത്ത് നടക്കേണ്ടത്. 1600 കോടി റുപ്യ ഒരു ദിവസം വരുമാനമുള്ള കുത്തക മുതലാളികളുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ വക്താവുള്ളൊരു നാടായി ഇന്ത്യ. ഒരു ദിവസത്തെ എല്ലാം കഴിച്ച് ബാക്കി 1600 ആസ്തിയിൽ ചേർക്കാൻ പറ്റുന്നത്. അതാ ഇന്ത്യയുടെ സ്ഥിതി. അപ്പോൾ സമ്പത്ത് എങ്ങനെയാണ് കേന്ദ്രീകരിക്കുന്നത് എന്ന് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. തഴമ്പൂർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ് നടത്തിയാ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാനതൊന്നും വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാം ഞാൻ പറഞ്ഞാണ്. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടും ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന പാവപ്പെട്ടവരെയും ഇടത്തരക്കാരെയും എല്ലാവരെയും പാർട്ടിക്ക് ആശ്രയിക്കാൻ സാധിക്കുന്നതാണ്. അവർക്ക് പാർട്ടിയെയും ആശ്രയിക്കാൻ സാധിക്കുന്നതാണ്. അതിന് പ്രത്യേക വേറെ എന്തെങ്കിലും ഇടനിലയൊന്നും വേണ്ട. എല്ലാവർക്കും പാർട്ടിയെ ആശ്രയിക്കാം, പാർട്ടിക്ക് എല്ലാവരെയും ആശ്രയിക്കാം. ഇതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, എല്ലാ മണ്ഡലത്തിലും ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ടല്ലോ. അതിനെന്താ ഇന്ന മണ്ഡലത്തിൽ എന്ന് പറയേണ്ട കാര്യം? എല്ലാ മണ്ഡലത്തിലും ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട്. BJP കേരളത്തിൽ ഒരു മണ്ഡലത്തിലും വെല്ലുവിളി ഉയർത്തുന്ന ശക്തിയായിട്ടില്ല. പക്ഷെ അവർ മത്സരിക്കുമല്ലോ. അപ്പം 3 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ വരുന്നത് ഈ 3 ആയിരിക്കും. അത്രയേ ഉള്ളൂ. അവിടെ ഇടതുപക്ഷത്തിനോട് നന്നായി ചെയ്യും, നല്ല രീതിയിൽ ചെയ്യും. ഞങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനം സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരം കൂടി വാങ്ങിയിട്ട് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. തീരുമാനം നാളത്തോടു കൂടിയെല്ലാം പൂർത്തിയാവും. കുറെ പത്രങ്ങൾ പലതും കൊടുത്തിട്ടുണ്ടല്ലോ. സ്ഥാനാർത്ഥി നിർണയമായിട്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഈ പാർട്ടി അഭിമുഖീകരിച്ചിട്ടില്ല. പുറത്തു വന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പം വച്ചിട്ടുണ്ടല്ലോ, അത് നോക്കാം. അത് നോക്കാം. അത് ഞങ്ങൾക്ക് അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റില്ല. പാർട്ടി എന്ന രീതിയിൽ പ്രഖ്യാപിക്കുന്നത് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ. അത് 27-ാം തീയതിയാണ് ഞങ്ങൾ ഈ മണ്ഡലം കമ്മിറ്റികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാർട്ടി മണ്ഡലം 20 പറഞ്ഞില്ലേ ഞാൻ. പിന്നെ കണ്ണൂർ മാത്രം നോക്കേണ്ട കാര്യം. കണ്ണൂരിൽ ഉറപ്പായിട്ട് ജയിക്കുമല്ലോ, അതിന് സംശയം. ഔദ്യോഗികമായിട്ട് നിങ്ങളെല്ലാം കൂടി പല പാർട്ടിയും കൊടുത്ത പശ്ചാത്തലത്തിൽ ഒരു ഔദ്യോഗികത്തിന് വലിയ പ്രസക്തിയില്ല. ഞങ്ങൾക്ക് സെൻട്രൽ കമ്മിറ്റിയുടെ കൂടി അംഗീകാരം തേടി പരസ്യമായി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു മാത്രമേ ഉള്ളൂ. അത് 27. ചിലപ്പോൾ അതിനേക്കാളും മുമ്പ് വരും. അതിനപ്പുറം പോകില്ല എന്നർത്ഥം. യെസ്. എല്ലാ പത്രങ്ങളും നിങ്ങൾ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിനെ പറ്റി നല്ല അഭിപ്രായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ശരിയാണല്ലോ. നിങ്ങൾ പ്രഖ്യാപിച്ച ലിസ്റ്റ് അനുസരിച്ച് നല്ല അഭിപ്രായം എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ല സ്ഥാനാർത്ഥികളാണെന്ന് ഞാനത് പറയുന്നില്ല. ഞങ്ങൾക്ക് ഈ 20 നിയോജക മണ്ഡലം വളരെ പ്രധാനമാണ്. അപ്പോൾ അവിടെ ഒന്നും തോക്കാനല്ല സ്ഥാനാർത്ഥികൾ നിർത്തുന്നത്, ജയിക്കാനാണ്. അപ്പോൾ ജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇല്ല, കേട്ടില്ല. അയാളൊന്നും പ്രസംഗിക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് വന്നു ഷാജിനെല്ലാം പ്രസംഗം വെച്ച് ആരെങ്കിലും പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? മറുപടി പറയേണ്ട കാര്യം എന്തും തോന്നുന്ന കാര്യം വിളിച്ചു പറയുന്ന അമ്മാതിരിയുള്ള ആളുകളോട് ഒന്നും മറുപടി പറയുന്നത് ഞാനില്ല. അങ്ങനെ എഴുതിക്കോ. ഇല്ല, അതിനോടെല്ലാം പ്രതികരിക്കാൻ നടക്കുക. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക കാര്യം തുടങ്ങി 23 മാസമായി. കൺവെൻഷനിലെ ഇലക്ഷൻ പ്രഖ്യാപിച്ചാലേ പറ്റുള്ളൂ. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അന്ന് തുടങ്ങും. എല്ലാം റെഡിയാണ്. LDF സജ്ജമാണ് ബൂത്ത് തലം വരെ. അപ്പം ഞങ്ങൾ ഈ നടന്ന ഒരുപാട് പ്രവർത്തനങ്ങളെല്ലാം പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് മിഷനറി ആകെ ഫലപ്രദമായിട്ട് കേരളത്തിൽ അടിമുടി തയ്യാറായിട്ടുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനൊന്നും ബാധിക്കില്ല. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വരുന്നത് മാത്രമേ ഉള്ളൂ. മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ഇടയിലുള്ള ഒരു സ്ഥാനാർത്ഥി ഇതാ വരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇന്ന് ഏതെങ്കിലും മനുഷ്യൻ വിചാരിക്കുമോ, വിശ്വസിക്കുമോ? അങ്ങനെ ഒന്ന് പറഞ്ഞാൽ
ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി ഇതാ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പ്രചരണം നടത്തിയ ഒരു മനുഷ്യൻ കേരളത്തിൽ വിശ്വസിക്കുമോ? കോൺഗ്രസ് എവിടെയുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് എവിടെയാ? ഹിന്ദി മേഖലയിൽ കോൺഗ്രസ് ഇല്ല. ആകെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശാണ്. അവിടെ 4 സീറ്റാണുള്ളേ ആകെ. ആ 4 സീറ്റ് കോൺഗ്രസ് ജയിക്കുകയും ചെയ്യില്ല. പിന്നെ എവിടെയാണ് നിങ്ങൾ കോൺഗ്രസ്? അപ്പോൾ നിങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആകെ കാണാൻ സാധിക്കുന്ന ഒന്ന് അല്ലറ ചില്ലറയില്ലെന്ന് ഒന്ന് കർണാടകവും മറ്റൊന്ന് തെലുങ്കാനയും. പിന്നെ ഈ കേരളത്തിലാകുള്ള കോൺഗ്രസ് മൊത്തത്തിൽ ഇന്ത്യ മുന്നണിയെ ബാധിക്കുന്നതല്ല. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് എന്താ? അത് കോൺഗ്രസ് പ്രബലമായതുകൊണ്ടല്ല. ഓരോ സംസ്ഥാനത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് BJPയെ തോൽപ്പിക്കുന്നതിന് ഓരോ മണ്ഡലം എടുക്കണം. ആ മണ്ഡലത്തിൽ BJPയെ എങ്ങനെ തോൽപ്പിക്കും, ആര് തോൽപ്പിക്കും, ഏതായിരിക്കണം സ്ഥാനാർത്ഥി, അങ്ങനെ തീരുമാനിക്കണം. അങ്ങനെ തീരുമാനിച്ചാൽ 37% വോട്ട് മാത്രമുള്ള BJPയെ 63% മറുഭാഗത്ത് നിൽക്കുന്നവരുടെ വോട്ട് ഉപയോഗിച്ചാൽ BJPയെ തോൽപ്പിക്കാം. അതിൽ കോൺഗ്രസ് കൂടിയുണ്ട്. അത്രയേ ഉള്ളൂ കാണുന്നത്. അതാണ് കാര്യം. ഒരാളെയും ഉയർത്തി കാണിക്കാൻ പറ്റില്ല. അങ്ങനെ ചരിത്രത്തിൽ അവരെ ഉയർത്തി കാണിച്ചിട്ടുമില്ല. അത് കോൺഗ്രസും പറയുന്നില്ല. അതുകൊണ്ട് ഇന്ത്യാടിസ്ഥാനത്തിലുള്ള ഒരു മുന്നണി വിഭാഗം അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള സീറ്റ് വിവരം നടക്കാൻ പോകുന്നില്ല. ഞാനതാ ഓരോ സംസ്ഥാനം എന്ന് പറയുന്നത്. ഓരോ സംസ്ഥാനത്തിൽ ആ സംസ്ഥാനത്തിൻ്റെ സാഹചര്യം വെച്ചുകൊണ്ട് അവിടെ BJP വോട്ട് BJP വിരുദ്ധ വോട്ട് ചിഹ്ന ഭിന്നമാവാത്ത രീതിയിൽ നമുക്ക് ഫലപ്രദമായ മത്സരം നടത്താനാവണം. അങ്ങനെ വന്നാൽ BJPയെ തോൽപ്പിക്കാം. ഒരു സംശയവും വേണ്ട. നടക്കുമെന്ന് ഞാൻ നടക്കൂല. നിങ്ങൾക്ക് തന്നെ അറിയാലോ. കേരളത്തിൽ നടക്കുമോ? ബംഗാളിൽ നടക്കുമോ? പിന്നെ എങ്ങനെയാ കേന്ദ്രീകൃതമാകുന്നത്? അറിഞ്ഞുകൊണ്ട് തന്നെ വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക. ആവില്ലാതെ നിങ്ങൾക്ക് തന്നെ അറിയാൻ നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. UP സംസ്ഥാനത്തിൻ്റെ അകത്ത് BJP വിരുദ്ധ വോട്ട് കൃത്യമായിട്ട് ആർക്കാണോ ലഭിക്കേണ്ടത് എന്നതിന് ഉറപ്പുണ്ടാക്കാൻ കഴിഞ്ഞാൽ UPയിലെ ഭൂരിപക്ഷ മണ്ഡലത്തിലും BJPയെ തോൽപ്പിക്കാം. അതാ കാര്യം. അവിടെ SP ഉണ്ട്, BSP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, എല്ലാവരും എടുക്കാം. പക്ഷെ ഒറ്റയ്ക്കുന്ന കോൺഗ്രസ് ഒരു സീറ്റും ഇല്ല. ഇപ്പോൾ 17 സീറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ട് നല്ലത്. നല്ല അഭിപ്രായം എനിക്ക്. അങ്ങനെയാണ് ചെയ്യേണ്ടതാണ് നമ്മൾ പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കൃത്യമായിട്ട് പറഞ്ഞ കാര്യം ഇതാണ്. ഓരോ സംസ്ഥാനം യൂണിറ്റ് ആവണം, ഓരോ മണ്ഡലം പ്രത്യേകമായിട്ട് എടുക്കണം. BJP വിരുദ്ധ വോട്ട് ചോർന്നു പോകാൻ പാടില്ല. BJP വിരുദ്ധ വോട്ട് ആ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടണം. അങ്ങനെ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ റേഷ്യോ വളരെ പ്രധാനമാണ്. 37% മാത്രമേ BJPക്ക് ഉള്ളൂ. പിന്നെ 63% പുറത്താവുള്ളൂ. അത് നമുക്ക് ജയിക്കാനാവും. അപ്പോൾ നിതീഷിൻ്റെ പ്രശ്നമാണ് പിന്നെ ചോദിക്കുക. നിതീഷ് 9ാമത്തെ പ്രാവശ്യം കാലുമാറുന്നത്. അപ്പോൾ 6ാമത്തെ പ്രാവശ്യം കാലുമാറുമ്പോൾ ഒപ്പം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒപ്പം തന്നെയാണ് BJPൻ്റെ ഒപ്പം തന്നെയാണ് ഉണ്ടായിരുന്നതെന്ന് അർത്ഥം. അത് കൂട്ടിയിട്ടാണ് 37%. അത് പോയിട്ടല്ല. പിന്നെ കോൺഗ്രസിനെല്ലാം നേതാക്കന്മാർ മാറുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ ആരൊക്കെയാണ് മാറാൻ പോകുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഇവർക്കൊന്നും BJPക്ക് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ നിലപാടില്ല. മൃദു ഹിന്ദുത്വ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇവർ ഈ അഭിമുഖീകരിക്കുന്നത് ഈ പ്രശ്നം. ഇപ്പോൾ മതനിരപേക്ഷതയിൽ ഊന്നാതെ ഇന്ത്യയിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗർബല്യം അതിൽ മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് ധൈര്യമില്ല. കമൽനാഥിനെ പോലുള്ള ആളെല്ലാം വെച്ചിട്ട് എന്ത് മതനിരപേക്ഷത പറയാനാ? BJPയെക്കാളും അപ്പുറം വർഗീയത പറയുന്ന ആളാണ് കമൽനാഥിനെ പോലുള്ള ആളുകൾ. BJP ചേരും എന്ന് പറയുന്നുണ്ട്, ചേരൂല എന്നും പറയുന്നുണ്ട്. ചേർന്നോ ചേരുന്നില്ല എന്നുള്ളത് ചേരാതിരിക്കുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം താല്പര്യം. അല്ലല്ല, യുവജനങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കെല്ലാം പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടേ ഞങ്ങൾ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. 15 ആളിനെ മത്സരിക്കുന്നുള്ളൂ. 15 ആൾ മത്സരിക്കേണ്ടതിൽ യുവതികളുണ്ട്, അതുപോലെ തന്നെ യുവാക്കളുണ്ട്, ഒക്കെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഹംസനായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ പാർട്ടി പ്രവർത്തിക്കുക? പാർട്ടി പ്രവർത്തിക്കുന്നത് ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണോ? പാർട്ടിക്ക് സ്വതന്ത്രമായ നിലപാടില്ലേ? പാർട്ടി രാഷ്ട്രീയമായ കാഴ്ചപ്പാടില്ലേ? ഒരാളുടെയും സമ്മർദ്ദത്തിന് ഞങ്ങൾ വഴങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത, അതങ്ങനെ എഴുതിക്കോട്ടാ, എഴുതുമെങ്കിലും ആശ്രയിക്കാനാവാത്ത ആരും ഇവിടെ ഇല്ല, ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത ആളും ഇല്ല. ഇത് രണ്ടും കൂടി വന്നാൽ പിന്നെ എന്താ കേരളത്തിൻ്റെ ഒരു അവസ്ഥ?
പല ആളുകളും ഇതിന് ഇടക്ക് ഒരു പാലം പാട്ടേ എന്ന് വിചാരിച്ചിട്ട് പുറപ്പെടുന്നുണ്ട്. വേണ്ടാന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പച്ച മലയാളം നേരിട്ട് ഈ പാർട്ടിയെ സമീപിക്കാം. ഈ പാർട്ടി അവരെ എല്ലാം ഉൾക്കൊള്ളാൻ കഴിവുള്ള പാർട്ടിയാണ്. ഒരു ബഹുജന വിപ്ലവ പാർട്ടി.